Hi all, welcome to my another cooking video. ഇന്നത്തെ വീഡിയോയിൽ ഒരു മലബാർ സ്റ്റൈല് ഒരു ചിക്കൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് മുളകിട്ട ചിക്കൻ. ഇത് വളരെ എളുപ്പമാണ്, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല, വെരി സിമ്പിളാണ്. ഒരു ഹാഫ് ആൻ അവർ, അതായത് കുക്കിംഗ് ടൈമും അതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം കൂടെ നോക്കിയാൽ ഒരു 45 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഒരു നല്ല ഒരു ചിക്കൻ കറി കിട്ടും. കറി അത് നമുക്ക് കറിയായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ല കറി കുറച്ച് തിക്കായിട്ടും വേണേൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് എന്തിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നെയ്ച്ചോറിന് നല്ല ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ മുളകിട്ട ചിക്കന്. അതല്ലെങ്കിൽ പൊറോട്ട, പിന്നെ നാന്, ബ്രെഡ്, അതായത് ഏത് ഇന്ത്യൻ ബ്രെഡിൻ്റെ കൂടെയും പോകുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് വെളിച്ചെണ്ണ, അതൊന്ന് മെൽറ്റ് ആയിക്കോട്ടെ. അതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ്, അതായത് ഒരു 4-5 കാർഡമം, പട്ട, പിന്നെ ഗ്രാമ്പൂ. അതോടൊപ്പം തന്നെ ഒരു 1.5 ടീസ്പൂണ് പെരിഞ്ചീരകം, ഫെനൽ സീഡ്സ്. ഇത് ഒന്ന് ഒന്ന് മൂക്കട്ടെ. ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 കപ്പ് സവാള അനിയന് ചോപ്പ് ചെയ്തിരുന്നു. ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ അളവ് 1/2 kg ബോൺലെസ്, എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിനു വേണ്ടിയാണ് ഞാനിവിടെ 2 കപ്പ് അനിയന് സ്ലൈസ് ചെയ്തത് എടുത്തിരിക്കുന്നത്. നമ്മുടെ അനിയൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, നല്ല ഒരുവിധം സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. അതിൻ്റെ ഒരു പച്ചമണം മാറട്ടെ. ഒരു 1 മിനിറ്റ് ഇളക്കുക. വെളുത്തുള്ളി ഇഞ്ചിയുടെ ആ റോ സ്മെല്ല, പച്ചമണം മാറി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് ടൊമാറ്റോ ഇങ്ങനെ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ടൊമാറ്റോ സോഫ്റ്റ് ആകുന്നത് വരെ കുക്ക് ചെയ്യുക. ടൊമാറ്റോ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺസ് കാശ്മീരി ചില്ലി പൗഡർ ഞാനിവിടെ ചേർക്കുന്നത്. എരിവ് വേണ്ടവർക്ക് 1:1, അതായത് ഒരു ടേബിൾ സ്പൂണ് നോർമൽ മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും യൂസ് ചെയ്യാം. എരിവ് സൂക്ഷിച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂണ് ക്രഷ്ഡ് ആയിട്ട്, അതായത് ഒന്ന് ചതച്ചിട്ടുള്ളതായ പെപ്പർകോൺ, കുരുമുളക് ചേർക്കുന്നു. അത് ഒന്ന് അതിൻ്റെ ഒരു റോ സ്മെല്ലൊന്ന് മാറിട്ട് അതുവരെ ഒരു മിനിറ്റിൻ്റെ കാര്യം വഴറ്റുക. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളതായ ചിക്കൻ ആഡ് ചെയ്യുക. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി, ഈ സാധനം ആഡ് ചെയ്യാൻ മറന്നുപോയി, കറി ലീഫ്. അതാ എന്താ പറയുക, ടൊമാറ്റോ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ സ്പൈസ് മുളക് പൊടി ഇടില്ലേ, ആ ടൈമിൽ ചേർക്കാം. ഞാനങ്ങ് മറന്നു പോയിരുന്നേ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ളതായ സോൾട്ട് ചേർക്കുക. ഞാൻ
ടേബിൾ സ്പൂണും ഒരു അല്പം, അതായത് 3/4 ടേബിൾ സ്പൂണ് സോൾട്ട് ചേർത്തു. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യുക, ചിക്കന് സോഫ്റ്റ് ആകുന്നത് വരെ. നമുക്ക് നമ്മുടെ ചിക്കൻ കുക്കായോ എന്ന് നോക്കാം. ഇത് ബോൺലെസ് ആയതുകൊണ്ട് എളുപ്പം കുക്കാവും. ബോണുള്ളപ്പോൾ കുറച്ചുകൂടെ സമയം എടുക്കണം. അതുപോലെ തന്നെ ഇതിന് ഗ്രേവി വേണ്ടവർക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ആഡ് ചെയ്യാം. അതല്ല, ഒരു സെമി ഗ്രേവിയിലാണ് വേണ്ടതെങ്കിൽ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ ഒരു 8 നമ്പേഴ്സ് ഇത് ഷാലറ്റ് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3 ഈ ഡ്രൈ ചില്ലി. ഇപ്പോൾ ഇതിന് ഇതിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില, അത് കറി ലീഫ്, അത് വന്ന് നമ്മൾ ഇതേപോലെ ഇടിയോരലിലോ അല്ലെങ്കിൽ കല്ലുള്ളവർ അതിലോ ഇട്ട് ഒന്ന് ചതച്ചെടുക്കുക. ഈ ഡ്രൈ ചില്ലിക്ക് പകരം നമ്മളുടെ കയ്യിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇത് ഒന്ന് ഇടിച്ചെടുത്തിട്ട് അത് ഞാനിതൊന്ന് ഇടിച്ചിട്ട് വരട്ടെ. ഞാനത് ചതച്ചെടുത്തു. ആ ചതച്ചതിലേക്ക് ഒരു ടീസ്പൂണ് കോക്കനട്ട് ഓയിൽ ചേർക്കുക. നമ്മൾ മുളക് സമ്മന്തിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ഇതിനകത്ത് നമ്മൾ പുളി ചേർത്തില്ല എന്നുള്ളതേ ഉള്ളൂ. ആ സെയിം പ്രൊസീജിയർ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ചതച്ചു. അതിനകത്ത് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഇത് മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് മൂടി വെച്ച് എഗെയിൻ ഇത് മൂടി വെച്ച് ഒരു ഫ്യൂ മിനിറ്റ്സ് അതായത് ഒരു 2 മിനിറ്റ്സ് മിനിമം ആ ചെറിയ ഫ്ലെയിമിലിരുന്ന് ഇതൊന്ന് കുക്ക് ചെയ്യട്ടെ. അപ്പം നല്ല ആ സ്മെല്ലെല്ലാം ആ ചിക്കനിലും എല്ലാം വന്ന് നമുക്ക് ലഭിക്കും. അതുപോലെ നല്ലൊരു സ്മെല്ലായിരിക്കും തുറന്ന് വരുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം 2 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ആ സ്റ്റൗവിൻ്റെ ടോപ്പിൽ തന്നെ ഒരു മിനിമം ഒരു 1/2 hour കഴിഞ്ഞ ശേഷമേ നമ്മളിത് ഉപയോഗിക്കാവുള്ളൂ. ഇപ്പം അതെല്ലാം 2 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ മുളകിട്ട ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാമെന്ന് ചോദിച്ചാൽ കേരള പൊറോട്ട, ചപ്പാത്തി, അതുപോലെ ബെസ്റ്റ് കോമ്പിനേഷനാണ് നെയ്ച്ചോറ്. അതിൻ്റെ കൂടെ പറ്റിയ ഒരു ഇതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം, അത് നമ്മളുടെ ചോയ്സാണ്. എന്നാലും പിന്നെ നെയ്ച്ചോറ് ചെയ്യുവാണെങ്കിൽ നിങ്ങളിത് ചെയ്യുക. അതുപോലെ നാട്ടിലെ പൊറോട്ട ഇല്ലേ, അത് കഴിക്കുന്ന അത് പിന്നെ ഞങ്ങൾക്കിവിടെ വളരെ റെയറാണ് അത് കിട്ടുന്നത്. അത് കേരളത്തിൽ കിട്ടുന്ന ആൾക്കാർ അത് വാങ്ങിച്ചിട്ട് ഇതേ മെത്തേഡിലൊന്ന് ചിക്കൻ ട്രൈ ചെയ്തിട്ട് എനിക്കതിൻ്റെ ഫീഡ്ബാക്ക് തരിക. അപ്പം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ പ്രത്യേക താങ്ക്സ് പറയുന്നു. അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ തന്നെ നിങ്ങളുടെ അടുക്കൽ വരുന്നതാണ്. See you soon. Bye. Take care.